ഹായ് ഹലോ. അപ്പോൾ നമ്മൾ 3ാം ക്ലാസ്സിലെ ഇൻ ഹാർമണി എന്ന് പറയുന്ന യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്തു അല്ലേ. മലയാളത്തിലുള്ള വീഡിയോസ് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ പാഠഭാഗത്തിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഇൻ ഹാർമണി എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി കൊടുത്തിട്ടുള്ളത് ഐഡൻറ്റിഫൈ അപ്രോപ്രിയേറ്റ് പെയേഴ്സ് ഓഫ് വേർഡ്സ് ഫ്രം ദ ടേബിൾ. അപ്പോൾ ഈ ടേബിളിൽ കൊടുത്ത പെയേഴ്സിനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബീസ് ബസ്ഡ് അല്ലേ, നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചു. ബീസ് തേനീച്ചകളുടെ കരച്ചിലിന് ബസ്ഡ് അല്ലേ. അതുപോലെ ബേബി ഏതാണ്? ഗിഗിൾഡ് ആണ്. സ്നേക്ക് ഏതാണ്? ഹിസ്ഡ് ആണ്. ബെൽസ് ജിംഗിൾഡ്. ലേഴ്സ് റസ്റ്റിൽഡ് അല്ലേ. അങ്ങനെയാണ് പെയേഴ്സ് ഇവിടെ കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നല്ല മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഓരോ പേഴ്സും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അടുത്തത് ആക്ടിവിറ്റി 2. ദ crow saw Rocky trying to climb up the tree. The nest was on that tree. What would be her thoughts? അല്ലേ, നമ്മൾ പാഠഭാഗത്ത് പഠിച്ചു. നമ്മളെ റോക്കി അല്ലേ, നായ്ക്കുട്ടി മരത്തിൻ്റെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുന്നുണ്ട്, തൂങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കണ്ട കാക്ക എന്താ ചിന്തിക്കുന്നത്? അവളുടെ കൂട് അതിലുണ്ട്, ആ കൂട്ടിൽ അവളുടെ കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ അവളുടെ അത് കണ്ടപ്പോൾ അവളുടെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? Oh no, the dog is trying to climb the tree. My chicks are hungry and in the nest up there. Will the dog destroy the nest? എൻ്റെ കൂടെ അവൾ നശിപ്പിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു വിഷമിക്കുന്ന ഒരു തോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 3 എന്താണ്? ഒബ്സർവ് ദ പിക്ചർ ഡിസ്ക്രൈബ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങളെ പാഠഭാഗത്ത് കാണാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ. ഈ പിക്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്ത് വിവരിച്ച് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്തൊക്കെ ഇതിൽ കാണുന്നുണ്ട്? ഒരു വയസ്സായ ഒരാൾ തോണി തുഴഞ്ഞു പോകുന്നതും പശുവും ഡോഗും ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും പിന്നെ ഒരാൾ ചൂണ്ടയിടുന്നത് കാണുന്നുണ്ട് അല്ലേ. ട്രീസ് ഉണ്ട്. പാരറ്റ് ആ ട്രീയുടെ ഹോളിൽ നിന്നും എത്തി നോക്കുന്നുണ്ട് അല്ലേ. എങ്ങനെ എഴുതാം? എ പാരറ്റ് ഈസ് സിറ്റിംഗ് ഇൻ ദ കേജ് ഓൺ എ ട്രീ. ഒരു പാരറ്റ് അതിൻ്റെ കൂട്ടിൽ ഇരിക്കുന്നുണ്ട്. ദ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആർ ഗ്രീൻ ആൻഡ് ഫുൾ ഓഫ് ലീവ്സ്. പച്ച നിറത്തിലുള്ള ഇലകൾ മൂടി നിൽക്കുന്ന ട്രീസും പ്ലാന്റ്സും ഉണ്ട്. എ മാൻ കാസ്റ്റ് ബെയിൽ ഇൻ ദ treetops river. An old man is rowing a boat on the river. A cow drinking water from the river. A dog is running and playing near the cow. There are many flowers besides the river and many butterflies are circling around them. അല്ലേ, ആ പിക്ചറിലുള്ള മനോഹരമായ കാഴ്ചകളാണ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരാൾ മരത്തിൻ്റെ താഴെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട് അല്ലേ. പുഴയിൽ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഒരു ഓൾഡ് മാൻ ബോട്ടിൽ പോകുന്നുണ്ട്. പിന്നെന്താണ്, ആ ബോട്ട് തുഴഞ്ഞു പോകുന്നുണ്ട് അല്ലേ. പിന്നെ ഒരു കൗ വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡോഗ് അവിടെ റൺ ചെയ്തിട്ടും പ്ലേ ചെയ്തിട്ട് ആ കൗവിൻ്റെ അടുത്ത് കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരുപാട് ഫ്ലവേഴ്സ് കാണുന്നുണ്ട് ആ റിവറിൻ്റെ അരികിലായിട്ട് അല്ലേ. ആ റിവേഴ്സിന് ചുറ്റും എന്തുണ്ട്? ബട്ടർഫ്ലൈസ് റൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അത്രയുമാണ് അവിടെ. ഇനി അടുത്തത് ആക്ടിവിറ്റി 4. സം പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ഇൻ കോളം എ. മാച്ച് ദം വിത്ത് ദ ഈവൻറ്റ്സ് ഇൻ ദ കോളം ബി അല്ലേ. പിക്ചേഴ്സ് ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ഇവൻറ്റ്സിൻ്റെ പിക്ചേഴ്സ് A B C D എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ക്രൗ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. ഏതാണ്? C ആണ് അല്ലേ. ദ നെസ്റ്റ് ഫെൽ ഡൗൺ. കൂട് താഴെ വീണ് കിടക്കുന്നത് A ആണ്. ബി എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീസ് ബ്രോക്ക് ഇൻ ദ വിൻഡ് അല്ലേ. കാറ്റത്ത് മരം കൊമ്പ് വീഴുന്നത്. റോക്കി സേവ് ദ മദർ ക്രോ. റോക്കി എന്താണ്? മദർ ക്രോയെ രക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ചാപ്റ്ററിലുള്ള ഓരോ ഇവൻറ്റ്സും അവിടെ തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 5 ആണ് ഡയലോഗ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ സ്പീക്കേഴ്സ്. അപ്പം നമ്മൾ സ്റ്റോറിയിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പറയുന്ന ഡയലോഗ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. എന്നെ ഇറിറ്റേറ്റ് ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ആരാണ് പറയുന്നത്? റോക്കിയാണ് പറയുന്നത്. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂരൽ. എന്നെ വിട്ട് പോകുക, എനിക്ക് ആ സ്ക്യൂരലിനെ പിടിക്കണം. ആരാ പറയുന്നത്? ക്യാറ്റാണ്. ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ എന്ന് പറയുന്നതാണ് മദർ ക്രോ ആണ് അല്ലേ. നമ്മൾ അമ്മക്കാക്കയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആക്ടിവിറ്റീസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളെ സ്റ്റോറിയുടെ മീനിങ് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി നോക്കാം. 6ാമത്തെ റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ. മേക്ക് സ്യൂട്ടബിൾ റിഡിൽ ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡ്.
അല്ലേ, ഒരു റിഡിൽ കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് ലോങ് ഫെതേഴ്സ്, ഐ ഡാൻസ് ഇൻ ദ റെയിൻ, ഐ എം വെരി ബ്യൂട്ടിഫുൾ, ഹൂ ആം ഐ? അല്ലേ, പീക്കോക്ക് പറയണേ, എനിക്ക് നീണ്ട ഫെതേഴ്സ് ഉണ്ട്, തൂവലുണ്ട്, ഞാൻ റെയിൻ വരുമ്പോൾ ഡാൻസ് കളിക്കും, ഐ എം വെരി ബ്യൂട്ടിഫുൾ, എന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, ഹൂ ആം ഐ? അതുപോലെ അടുത്ത പിക്ചറിൽ എന്താ, മൈ ബീക്ക് ഈസ് സ്ട്രോങ്, എൻ്റെ ബീക്ക് ചുണ്ട് സ്ട്രോങ് ആണ്, ഐ പീക്ക് ഓൺ ട്രീസ്, ഞാൻ മരം കൊത്തും, ഐ ഹാവ് എ ഫെദർ ക്രൗൺ, കിരീടം പോലുള്ള ഫെദറാണ്, തൂവലാണ് എനിക്കുള്ളത്, ഹൂ ആം ഐ? ഞാൻ ആരാണ്? അതുപോലെ ബാക്കി നിങ്ങളോട് ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡോഗിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ എം യുവർ ഫ്രണ്ട്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഗോഡ് യുവർ ഹൗസ്, ഞാൻ നിങ്ങളുടെ വീട് കാക്കും. മൈ കിഡ് ഈസ് കോളിംഗ് പപ്പി, എൻ്റെ കുട്ടികളെ പപ്പി എന്നാണ് വിളിക്കുക. ഹൂ ആം ഐ? ഡോഗാണ് അല്ലേ. ഐ എം ബിഗ്ഗസ്റ്റ് ആനിമൽ, ഐ ഹാവ് ട്രങ്ക്, എനിക്ക് വലിയ കൊമ്പുണ്ട്, ഐ ഹാവ് എ ട്രങ്ക്, എനിക്ക് എന്തുണ്ട്? തുമ്പിക്കൈയുണ്ട്. ഹൂ ആം ഐ? ആരാണ്? എലിഫൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള റിഡിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഈ ഒരു വർക്കിലൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പഠിക്കണം കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങൾ ഏത് വർക്ക് ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മീനിങ് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ കഴിയും. ഇനി നിങ്ങൾ ടീച്ചേഴ്സിന് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാനൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ ഏത് ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മീനിങ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ റിഡിൽസൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മളിവിടെ ഡോഗിനെ കുറിച്ചിട്ടും എലിഫൻറ്റിനെ കുറിച്ചും പറഞ്ഞു. അടുത്തത് ആക്ടിവിറ്റി 7 ആണ്. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൺ. വൺ ഈസ് ഡൺ ഫോർ യു. അല്ലേ, കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സിൽ ആ മൃഗവും അതിൻ്റെ കുഞ്ഞുങ്ങളെയും തന്നിട്ടുണ്ട് അല്ലേ. കൗ ഉണ്ട്, കൗവിൻ്റെ കുട്ടിയെ നമ്മൾ എന്താ വിളിക്കുക? കാഫ് എന്നാണ് വിളിക്കുക അല്ലേ. അതുപോലെ അടുത്ത പിക്ചറിൽ പപ്പീന്ന് തന്നിട്ടുണ്ട്, പിന്നെ അവിടെ ഡാഷ് തന്നിട്ടുണ്ട്. പിക്ചറിൽ ആരാണ് അമ്മ? ഡോഗാണ് അല്ലേ. ഡോഗിൻ്റെ കുട്ടിയാണ് നമ്മൾ പപ്പീന്ന് വിളിക്കുന്നത് അല്ലേ. അടുത്ത പിക്ചറിൽ നമുക്ക് കാണാം ഒരു പൂച്ച അല്ലേ. ഒരു പൂച്ചയും പൂച്ചയുടെ കുട്ടിയും ഉണ്ട്. അവിടെ ക്യാറ്റിന്ന് തന്നിട്ടുണ്ട്. ക്യാറ്റിൻ്റെ ബേബിനെ എന്താ പറയുക? കിച്ചൺ അല്ലേ. അടുത്തതിലോ ആടുണ്ട് അല്ലേ. ആടിൻ്റെ കുട്ടിയെ കിഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആടെന്താണ്? ഗോട്ട് അല്ലേ. അടുത്തത് ബേർഡാണ് അല്ലേ. ബേർഡിൻ്റെ കുട്ടീനെ എന്ത് പറയും? ചിക്ക് എന്ന് പറയും അല്ലേ. ഓലെറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ? ഔളാണ് അല്ലേ. മൂങ്ങയുടെ കുട്ടീനെയാണ് ഓലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആനിമൽസും അവരെ കിഡ്സിൻ്റെ പേരൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, അതൊക്കെ പഠിച്ച് വെക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരും. ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് റിസൈറ്റ് അല്ലേ. ഒരു പോയം ഇവിടെ തന്നിട്ടുണ്ട്, അത് നിങ്ങളോട് പാടി പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. എ സീഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്. A root is happy when it becomes a bud. A bud is happy when it becomes a stem. And a stem is happy when it becomes a flower. അല്ലേ. അപ്പോൾ ഈ സോങ്ങിൽ എന്താ പറയുന്നത്? ഒരു മരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും അല്ലേ ഹാപ്പിയാണ്. എന്ത്? ബിക്കം റൂട്ട് ഹാപ്പിയാണ്. അതുപോലെ മേക്ക് സിമിലർ സെൻറ്റൻസ് യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ക്ലൂസ് വെച്ചിട്ട് ഇതുപോലുള്ള എന്താണ് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ് അല്ലേ തന്നിട്ടുണ്ട്. ഫാദർ ഹാപ്പിയാണ്, അതുകൊണ്ട് ഫാമിലി സേഫാണ്. ഇവിടെ ടീച്ചർ, മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, കിഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഗെറ്റ്സ് ലവ്, സ്റ്റുഡൻസ് ലേൺ വെൽ, ഗെറ്റ്സ് കെയർ, ഗെറ്റ്സ് എ ടോയ്, ഫാമിലി ഈസ് സേഫ് അല്ലേ. ഓരോ ക്ലൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മുൻപ് തന്നിട്ടുള്ള എക്സാമ്പിളായിട്ടുള്ള ഇതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ടീച്ചർ ബിക്കം ഹാപ്പി വെൻ ദ സ്റ്റുഡൻസ് ലേൺ വെൽ. എ മദർ ബിക്കംസ് ഹാപ്പി വെൻ ഷീ ഗെറ്റ്സ് ലവ്. എ ഗ്രാൻഡ് ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹി ഗെറ്റ്സ് കെയർ. എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹി ഗെറ്റ്സ് എ ടോയ് അല്ലേ. അപ്പോൾ ഇതുപോലുള്ള എക്സാമ്പിൾസൊക്കെ പഠിച്ച് വെക്കുക കേട്ടോ. അതൊക്കെ നന്നായിട്ട് നിങ്ങൾ വെറുതെ എഴുതിയെടുക്കുകയല്ല ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസൊക്കെ പഠിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് ക്ലൂ തന്നാൽ സെൻറ്റൻസ് എഴുതാൻ ഈസി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ സെൻറ്റൻസ് എഴുതണം ഓരോ ക്ലൂസ് തന്നാൽ എന്ന്? അപ്പോൾ മനസ്സിലാക്കിയിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ ആക്ടിവിറ്റീസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാമിന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും.
അല്ലേ? ഇവിടെ നമ്മൾ ക്ലൂസൊക്കെ തന്നത് വെച്ചിട്ട് ഓരോ സെൻറ്റൻസും ഉണ്ടാക്കി അല്ലേ? അടുത്തത് ആക്ടിവിറ്റി 9. ഹിയർ ഈസ് എ ഷോർട്ട് പോയം അബൌട്ട് എ പാരറ്റ്. റീഡ് ഇറ്റ്. ഒരു പാരറ്റിൻ്റെ പിക്ചറും തന്നിട്ടുണ്ട് അല്ലേ? ഗ്രീൻ പാരറ്റ്, അതിനെക്കുറിച്ചൊരു പോയം ഉണ്ട് അല്ലേ? ഗ്രീൻ പാരറ്റ് ഹൗ ഡു യു ക്രൈ, സ്ക്രീച്ച് സ്ക്രീച്ച് ഗോസ് മൈ ക്രൈ അല്ലേ? ഗ്രീൻ പാരറ്റിനെ എങ്ങനെയാണ് കരയുന്നത്? സ്ക്രീച്ച് എന്നാണ് അല്ലേ? ഗോസ് മൈ ക്രൈ അല്ലേ? ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഓരോ ലൈൻസ് ഉണ്ടാക്കാനാവും അല്ലേ? നൗ റൈറ്റ് 4 lines about a crow given a title to. ഒരു ക്രോ തന്നിട്ടുണ്ട് അല്ലേ? കാക്കേ. ബ്ലാക്ക് ക്രോ ഹൗ ഡു യു ക്രൈ, കാ ഗോസ് മൈ ക്രൈ അല്ലേ? കാക്കയെ കുറിച്ചിട്ടുള്ള വരികളാണ് നമ്മളിവിടെ അതുപോലെ 4 വരികൾ ഉണ്ടാക്കിയത്. ബ്ലാക്ക് ക്രോ എന്ന് പറയുന്നത് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ബ്ലാക്ക് ക്രോ പറഞ്ഞിട്ട് നമുക്ക് ഹൗ ഡു യു ക്രൈ, കോ ഗോസ് മൈ ക്രൈ അല്ലേ? സെയിം ലൈനായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. അതുപോലെ റൈറ്റ് എ സ്റ്റാൻസ എബൌട്ട് എ ക്യാറ്റിനെ കുറിച്ചിട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗിവ് എ ടൈറ്റിൽ ടു, ടൈറ്റിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ക്യാറ്റിന് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. വൈറ്റ് ക്യാറ്റ് ഹൗ ഡു യു ക്രൈ, മ്യാവ് ഗോസ് മൈ ക്രൈ അല്ലേ? ഈസി അല്ലേ? അപ്പോൾ അതുപോലുള്ള ലൈൻസൊക്കെ ഉണ്ടാക്കാൻ ഈസിയാണ്. നമ്മൾ വൈറ്റ് ക്യാറ്റ് എന്നുള്ള ഹെഡിങ് കൊടുത്തു. വൈറ്റ് ക്യാറ്റ് ഹൗ ഡു യു ക്രൈ, മ്യാവ് നമുക്കറിയാം പൂച്ച എങ്ങനെ കരയുന്നത് അല്ലേ? അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 10. ഒബ്സർവ് ദ ബേർഡ്സ് അറൗണ്ട് യു ആൻഡ് പ്രിപ്പയർ എ ബേർഡ് വാച്ചിങ് ഡയറി ഇൻ യുവർ നോട്ട്ബുക്ക്. ഡേറ്റ് ആൻഡ് ടൈം അല്ലേ? ഇവിടെ കണ്ടോ ഒരു കുട്ടിയുടെ പിക്ചറൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? വാച്ച് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങളോട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ബേർഡ്സിനെ കണ്ടെത്തിയിട്ട് വാച്ച് ചെയ്തിട്ട് ഒരു ഡയറി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മൈ ബേർഡ് വാച്ചിങ് ഡയറി അല്ലേ? മൈ ബേർഡ് വാച്ചിങ് ബേർഡ് ഓരോ ദിവസം ഡേറ്റ് കൊടുക്കുക. 3 ദിവസത്തെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നെയിം ഓഫ് ദ ബേർഡ് കൊടുക്കുക. അതിൻ്റെ കളേഴ്സ് എങ്ങനെയാണ്, സൈസ് എങ്ങനെയാണ്, ബിഗ് ആണോ, മീഡിയം ആണോ, സ്മോൾ ആണോ, ആക്ഷൻസ് ഫ്ലൈയിങ് ആണോ, സിംഗിങ് ആണോ, ഡൈവിങ് ആണോ, വേർ ഡു യു സീ, എവിടെ നിന്നാണ് നിങ്ങൾ കണ്ടത് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചാർട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. അടുത്തത് നോക്കാം. റീഡ് ആൻഡ് റിജോയ്സ് ആണ്. ഹൂ ഈസ് സ്ട്രോങ്ങർ അല്ലേ? ഓരോ പിക്ചേഴ്സിൻ്റെ സ്റ്റോറി തന്നിട്ടുണ്ട് അല്ലേ? അതിന് ക്ലൂസും തന്നിട്ടുണ്ട്. വൺ ഡേ ദ സൺ ആൻഡ് ദ വിൻഡ് വേർ ആർഗ്യൂയിങ് അബൌട്ട് ദ സ്ട്രെങ്ത് അല്ലേ? ആരാണ് സ്ട്രോങ്ങർ എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ പിക്ചർ കാർഡിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കുക. ഇങ്ങനത്തെ പിക്ചേഴ്സ് തന്നിട്ട് നിങ്ങളോട് സ്റ്റോറി ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് എഴുതാൻ കഴിയും അല്ലേ? ഇപ്പോൾ 4 പിക്ചേഴ്സ് കണ്ടോ നിങ്ങൾ അല്ലേ? അതിൻ്റെ താഴെയായിട്ട് അവർ പറയുന്ന വേർഡ്സും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അടുത്ത 4 പിക്ചേഴ്സ് ആ സ്റ്റോറി ഫുള്ളായിട്ട് അവിടെ പിക്ചർ കാർഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ അടുത്ത ആക്ടിവിറ്റി എന്താണ്? ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നിങ്ങളെ വേർഡ്സിൽ നമ്മൾ പഠിച്ച ചാപ്റ്ററിൻ്റെ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോറി കാർഡ് കണ്ടോ അല്ലേ? ഹൂ ഒക്കെ റോക്കി അല്ലേ? റോക്കിയുടെ സ്റ്റോറിയാണ്. അപ്പോൾ നമ്മളെ പാഠവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറിയാണ് എഴുതാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ സ്വന്തം ഭാഷയിൽ നമ്മൾ സ്റ്റോറി പഠിച്ചതാണ്. നമ്മൾ പാഠഭാഗമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സ്റ്റോറി എഴുതാൻ കഴിയും. അതിനുള്ള സ്ഥലവും ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആക്ടിവിറ്റി ഒബ്സർവ് ദ പിക്ചർ, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. അതുപോലെ വേറെ കുറേ പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? പിക്ചേഴ്സ് കാർഡ് ഓരോ ഇവൻസും അല്ലേ? ഫസ്റ്റ് ഒരു റാബിറ്റ് തിങ്ക് ഇതുണ്ട് അല്ലേ? പിന്നെ അവന് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവരെന്തോ ഒരു ഗാർഡൻ മേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? ഓരോ ഫ്രണ്ട്സും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്? നല്ലൊരു ഗാർഡൻ മേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സ്റ്റോറി ആകുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കണം അല്ലേ? എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് ഫ്രണ്ട്ഷിപ്പ്. One day the rabbit found a soft patch of land. She decided to invite her friends to create a garden. The rat dug holes, the cow planted seeds, the elephant watered them, and the cow enriched the soil. Soon the seeds grew in the beautiful garden. The friends became very happy. They loved the garden and cared it. അല്ലേ? ആ സ്റ്റോറിയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ പിക്ചേഴ്സ് കണ്ടാൽ തന്നെ ആ സ്റ്റോറി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? റാബിറ്റിന് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് കിട്ടി. അവളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ, ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത ആക്ടിവിറ്റി ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ദ ലിസ്റ്റ് ഓഫ് ആനിമൽസ് ഗിവൺ ബിലോ. റൈറ്റ് ദ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഇൻ ദ സ്പേസ് പ്രൊവൈഡർ.
അല്ലേ? ഇവിടെ കുറേ അനിമൽസിനെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ഓരോ ബോക്സും തന്നിട്ടുണ്ട് അല്ലേ? അതിന് താഴെയായിട്ട് ഓരോ അനിമൽസിൻ്റെ പേരും തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സും കണ്ടോ നിങ്ങൾ റെഡിൽ എഴുതിയിട്ടുള്ളത്? ആ നമ്പേഴ്സ് നമുക്ക് ഓരോ അനിമൽസിനെയും കണ്ടെത്തി ആ കോളത്തിൽ എഴുതണം അല്ലേ? ഇവിടെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ അനിമൽസിനെ ഏതൊക്കെയാണ് അവിടെ തന്നിട്ടുള്ളത്, യാക്ക് കണ്ടോ 1 അല്ലേ? അങ്ങനെ ഓരോന്നും അടയാളപ്പെടുത്തി അത് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് അനിമൽസിൻ്റെ പേര് കിട്ടി. ഇനി ഇത് എന്താ ചെയ്യണം? ആൽഫബറ്റിക് ഓർഡറിൽ എഴുതണം. എക്സാമ്പിൾ കണ്ടോ 1 അലിഗേറ്റർ, സി ബി ആണ് അല്ലേ? എ കഴിഞ്ഞാൽ ബി ബിയർ, സി ചിമ്പാൻസി, ഡി ഡിയർ. അങ്ങനെ നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിലായിട്ട് ആ അനിമൽസിൻ്റെ നെയിം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈസി അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇത്രയാണ് നമ്മളെ ആക്ടിവിറ്റി. പിന്നെ നിങ്ങളോട് വീഡിയോ ക്ലിപ്പും ഓഡിയോ ഡയറി ഒക്കെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഡു യു ഹാവ് എ പെറ്റ്? നിങ്ങൾക്ക് പെറ്റ് ഉണ്ടോ? ട്രൈ ടു വീഡിയോ റെക്കോർഡ് ദ ആക്ഷൻസ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് യുവർ പെറ്റ് വിത്ത് ഓഡിയോ കമൻട്രി ആൻഡ് സെൻഡ് ഇൻ ടു യുവർ ടീച്ചർ. അല്ല, ഒരു വീഡിയോ നിങ്ങളെ പെറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, കമൻട്രി കൊടുത്തിട്ട്. എന്നിട്ട് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ഓഡിയോ ഡയറിയിൽ എന്താ പറയുന്നത്? റെക്കോർഡ് ആൻഡ് ഓഡിയോ ക്ലിപ്പ് ആൻഡ് നെറേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഈവൻറ്റ്സ് അല്ലേ? അതൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഓൾ ദി